നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ BNSന്റെ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ നമ്മൾ പഠിപ്പിച്ച കുറച്ച് പോർഷൻസും അല്ലാത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള കുറച്ച് മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 32 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു എക്സാം രീതിയിൽ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് കാണുക. ഈ പറയുന്ന 32 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. കൂടാതെ നിങ്ങൾ ഈ പറയുന്ന മോഡൽ എക്സാംസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒരു വ്യക്തി മറ്റൊരാളുടെ വയലിലെ വിളകൾ തീ വെച്ച് നശിക്കുകയാണ്. അപ്പൊ ഭാരതീയ ന്യായ സംഹിതയുടെ ഏത് സെക്ഷൻ പ്രകാരമുള്ള നിർവചനത്തിലാണ് ഈ ഒരു കേസ് ഉൾപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും എന്താണ് ചെയ്യാനുള്ളത്, അതിന്റെ ഈ പറയുന്ന സെക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന എക്സാമ്പിൾസ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഏത് രീതിയിലാണ് അത് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ച രീതിയിലൊന്ന് ആലോചിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒരാൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ എന്റെ വയലില് മറ്റൊരാൾ ഒന്ന് തീ വെക്കുകയാണ്. അങ്ങനെ തീ വെച്ച് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന BNSന്റെ ഏത് സെക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ അത് ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. എന്താണ്, 2-14 ആണ് കേട്ടോ. എന്താണ് 2-14 എന്താണ് പറയുന്നത് നോക്കിയേ. 2-14 പ്രകാരം പരിക്ക് എന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിനോ മനസ്സിനോ പ്രശസ്തിക്കോ സ്വത്തിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ദോഷമാണ്, അല്ലെ? അപ്പോ വയലിലെ വിളകൾ തീവച്ച് നശിക്കുന്നത് സ്വത്തിനുണ്ടാകുന്ന പരിക്കായി കണക്കാക്കുന്നു. സോ എന്താണ് ഇത്, BNSലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 2-14 ആണ്. ക്ലിയർ അല്ലേടാ നിങ്ങൾക്കത്? അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ശരിയായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നിതിൻ, അതുൽ, ജതിൻ എന്നിവർ ഒരുമിച്ച് ഒരു ബാങ്ക് കവർച്ച നടത്തുകയാണ്. ഇതില് നിതിൻ മാത്രമാണ് ബാങ്കിനുള്ളിൽ കയറിയത്, മറ്റുള്ളവർ പുറത്ത് കാത്തുനിന്നു. ഇവിടെ 3 പേരും ബാധകമായ നിയമപരമായ സിദ്ധാന്തം ഏതാ? മനസ്സിലായോ? 3 പേര് എന്ത് ചെയ്യുന്നു, ഒരു ബാങ്ക് കവർച്ച നടത്തുന്നു. പക്ഷെ അതിന് നിതിൻ എന്ന് പറയുന്ന ആള് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിനകത്ത് കയറിയിട്ട് കവർച്ച നടത്തുന്നത്. പക്ഷെ ഇവിടെ 3 പേരും എന്താണ്, ഇതിൽ ഏതോ ഒരു വകുപ്പ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ച ഏത് സെക്ഷനുമായി ബന്ധപ്പെടുത്താനായിട്ട് കഴിയുമെന്ന്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. നമുക്കറിയാം 3-5 എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘം ചേർന്ന് ചെയ്യുന്ന കുറ്റകൃത്യമാണ്, അല്ലെ? സംഘം ചേർന്ന് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് വെച്ചാൽ എന്താണ് അതിനകത്ത് പറയുന്നത്, എന്താണ് അതില് ഓരോ വ്യക്തിയും ആ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 3 പേര് ചെയ്തു, അതിൽ ഒരാൾ മാത്രമാണ് ആ പറയുന്ന കുറ്റകൃത്യം ചെയ്തതെങ്കിലും ഓരോ ആൾക്കാരും ആ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായിട്ട് കണക്കാക്കുന്നു. പക്ഷെ ഇത് നമുക്ക് ഏതാണ് വരുന്നത്, ഇതിനകത്ത് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ചെയ്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സംഘം കവർച്ചയൊക്കെ വരുമായിരിക്കും, പക്ഷെ അതിനും കേസ് പറയുന്നുണ്ട്, കണ്ടീഷൻ പറയുന്നുണ്ട്. സംഘം കവർച്ചയാണെന്നുണ്ടെങ്കിൽ, കൂട്ടായ്മ കവർച്ചയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര പേര് വരണം, മിനിമം 5 പേര് വരണം, അല്ലെ? എങ്കിലേ അതെന്തായിട്ട് മാറുള്ളൂ, കൂട്ടായ്മ കവർച്ചയൊക്കെ ആയിട്ട് മാറത്തുള്ളൂ. സോ ഇവിടെ വരേണ്ട സെക്ഷൻ ഏതാണ്? ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സെക്ഷൻ 3-5 ആണ്. എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എന്താണ് പറയുന്നത് നോക്കിയേ. ഇത് പ്രകാരം പൊതുവായ ഉദ്ദേശത്തോടെ ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും ആ കുറ്റകൃത്യത്തിന് വ്യക്തിഗതമായ ഉത്തരവാദികളാകുന്നുവെന്നും 3 പേരും ഒരേ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചതിനാൽ അവരിൽ ബാങ്കിനുള്ളിൽ കയറിയത് ആരാണ് എന്ന് നോക്കാതെ തന്നെ എന്ത് ചെയ്യും, എല്ലാവരെയും ഈക്വൽ ആയിട്ട് തന്നെ ശിക്ഷിക്കുന്നതാണ്. അതാണ് സെക്ഷൻ 3-5 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇനിയും നിങ്ങൾ നമ്മുടെ CPO, WCPO, IRB ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 9961169272. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. CPO എന്നോ WCPO എന്നോ IRB ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ IRB എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ക്വിസുകളുടെയൊക്കെ PDF അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്കിന് നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്.
താഴെ പറയുന്നവരിൽ ആരാണ് സെക്ഷൻ 2-28 പ്രകാരം പൊതുസേവകൻ എന്ന നിർവചനത്തിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. അപ്പൊ 2-28 എന്നാണ് പറയുന്നത് 2-28 ആരാണ് പൊതുസേവകൻ, ആരാണ് പബ്ലിക് സർവന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ആരാണ് ഒരു പബ്ലിക് സർവന്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനാണോ, ഒരു ജില്ലാ കോടതി ജഡ്ജിയാണോ, ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണോ, ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? ഇതിൽ ആരാണ് ഈ പറയുന്ന ഒരു പൊതുസേവകൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവന്റ് അല്ലാത്തത്? ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? സിമ്പിൾ ആണ്, നമുക്കറിയാം. ഇതിന് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ സി എഴുതിയവർക്കാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം പൊതു ഓഫീസർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യുന്നതോ ഒരു ഗവൺമെന്റ് കർത്തവ്യത്തിൽ നിർവഹിക്കുന്നതോ ആയിട്ടുള്ള വ്യക്തിയാണ് പൊതുസേവകൻ എന്ന് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പൊതു കർത്തവ്യത്തിൽ നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ ഈ പറയുന്ന നിർവചനത്തിനകത്ത് ഉൾപ്പെടുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്? ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നവരെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത് പൊതുസേവകൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നുവെച്ചാൽ ഗവൺമെന്റിന്റെ പെൻഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫണ്ടുകളോ ഒക്കെ കിട്ടുന്നവരെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത് പൊതുസേവകൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ സ്വകാര്യ എന്ന് പറയുന്ന ആ ഒരു വാക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ആ ഒരു ഓപ്ഷൻ സിയെ നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയാലോ. 16 വയസ്സുള്ള അനന്തു ഒരു ജ്വല്ലറിയിൽ നിന്ന് 50,000 രൂപ വിലയുള്ള സ്വർണം മോഷ്ടിച്ചു. ശിക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 16 വയസ്സുള്ള ഒരു വ്യക്തിയാണ് അനന്തു. ഈ അനന്തുവാണ് എന്ത് ചെയ്യുന്നത്? ഒരു ജ്വല്ലറിയിൽ നിന്ന് 50,000 രൂപ വിലയുള്ള സ്വർണം മോഷ്ടിക്കുന്നത്. അപ്പോ ശിക്ഷ എന്തായിരിക്കും കൊടുക്കുന്നത്? അനന്തുവിന് സാധാരണ മോഷണ കുറ്റത്തിന് 7 വർഷം വരെ തടവ് കൊടുക്കുമോ, അതോ അനന്തുവിന് പ്രായപൂർത്തിയായവർക്കുള്ള ശിക്ഷയുടെ പകുതി ലഭിക്കുമോ, അതോ അനന്തുവിനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നാലെ ഹാജരാക്കുമോ, അതോ അനന്തുവിന് പ്രത്യേക ശിക്ഷയില്ല, പിഴ മാത്രം നൽകേണ്ടതുണ്ട്? ഇതിൽ ഏതാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് ശിക്ഷയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഈ പറയുന്നവയിൽ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4ാമത്തെ ചോദ്യം കിട്ടിയോ? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ കണ്ടീഷൻ എന്താണ്? 16 വയസ്സാണ് അല്ലെ. ഉത്തരം കിട്ടിയതെന്നെ പ്രതീക്ഷിക്കുന്നു. 16 വയസ്സാണ്. അതുകൊണ്ട് തന്നെ അനന്തുവിനെ മോഷണ കുറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ? 7 വർഷം തടവ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 18 വയസ്സാവണം. പ്രായപൂർത്തിയായവർക്കുള്ള ശിക്ഷണത്തിന്റെ പകുതി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. അനന്തുവിന് പ്രത്യേക ശിക്ഷ ഇല്ല, പിഴ മാത്രമാണ് കൊടുക്കുന്നത്? അതുമല്ല. എന്താണ്? അനന്തുവിനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യും? ഹാജരാകും അല്ലെ. അപ്പോ സെക്ഷൻ 2-3 എന്താണ് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായി കണക്കാക്കപ്പെടുന്നു അല്ലെ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും നമ്മൾ അവിടെ കുട്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അനന്തു 16 വയസ്സുള്ളതിനാൽ എന്ത് ചെയ്യുന്നു? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുൻപാകെയാണ് ഹാജരാക്കേണ്ടത്. മുതിർന്നവരെ പോലുള്ള ശിക്ഷ അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൊടുക്കുന്ന പോലുള്ള ശിക്ഷ എന്ത് ചെയ്യാൻ പാടില്ല? അനന്തുവിന് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ 5ാമത്തെ ചോദ്യം. സുരേഷ് തന്റെ വീട്ടിൽ വന്ന പോലീസ് കോൺസ്റ്റബിളിനെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ കോൺസ്റ്റബിൾ വഴങ്ങുന്നുമില്ല. സുരേഷിന്റെ ഈ പ്രവൃത്തി ഏത് നിയമപരമായിട്ടുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. എന്താണ്? സുരേഷ് എന്ത് ചെയ്യുന്നു? തന്റെ വീട്ടിൽ വന്ന പോലീസ് കോൺസ്റ്റബിളിനെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷെ കോൺസ്റ്റബിൾ എന്ത് ചെയ്യുന്നില്ല? അതിന് വഴങ്ങുന്നുമില്ല. അപ്പോൾ സുരേഷിന്റെ ഈ പ്രവൃത്തി നിയമപരമായിട്ടുള്ള ഏത് കാറ്റഗറിക്കകത്താണ് വരുന്നത്? നമ്മൾ പഠിച്ച ഏതെങ്കിലും ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. കിട്ടുന്നുണ്ടോ? എന്താണ് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയുക? അപ്പോൾ ഞാനിത് ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. സെക്ഷൻ 11. കാരണം എന്താണ്? സെക്ഷൻ 11 പ്രകാരം ഒരു കുറ്റകൃത്യം പൂർണ്ണമായി നടത്തുന്നതിന് മുൻപ് പ്രവർത്തിച്ചു തുടങ്ങും. എന്നാൽ പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അത് കുറ്റകൃത്യം ചെയ്യാനായിട്ട് ശ്രമിച്ചതായിട്ട് കണക്കാക്കുകയും ചെയ്യും. സുരേഷ് കൈക്കൂലി നൽകാൻ ശ്രമിച്ചു, എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ വഴങ്ങാത്തതിനാൽ കുറ്റകൃത്യം പൂർത്തിയായില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും സെക്ഷൻ 11 അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോ എന്താണ്? അപ്പൊ ഇതിന്റെ ആ ഒരു കേസ് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സുരേഷ് തന്റെ വീട്ടിൽ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്യാനായി ശ്രമിച്ചു, പക്ഷെ കുറ്റകൃത്യം പൂർത്തിയായോ? പൂർത്തിയായതുമില്ല. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും സെക്ഷൻ 11 എന്താണ്? ഇത് പ്രകാരം ഓക്കെ ആണ്. സോ നമ്മളിവിടെ 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് സെക്ഷൻ 11 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് വേറെയും സെക്ഷൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്താണ്? ഈ കൈക്കൂലി കൊടുക്കാനായി ശ്രമിക്കുന്നതും വേറെ ഒരു വകുപ്പിനകത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ പഠിക്കാൻ നേരത്തെ ആ ഒരു കാര്യം കൂടി എനിക്കത് പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും ഇതൊന്ന് നോക്കിയേക്ക് വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6ാമത്തെ ചോദ്യം. രേവതി തന്റെ കോളേജ് സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് കൂട്ടിച്ചേർത്ത് എഴുതി. ഇത് ഏത് കുറ്റകൃത്യത്തിനാണ് താൻ ഉൾപ്പെടുത്തുന്നത്? ചില സർട്ടിഫിക്കറ്റിലെ മാർക്ക് എന്ത് ചെയ്തു? തിരുത്തുന്നു.
അപ്പൊ ഇത് ഏത് അല്ലെങ്കിൽ ഏത് കുറ്റകൃത്യത്തിനകത്താണ് ഇത് ഉൾപ്പെടുത്തുന്നത് അറിയാമോ? ആറാമത്തെ ചോദ്യം അറിയാമോ? സിമ്പിൾ ആണ്. ഏതാണ്? സെക്ഷൻ ബി ആണ് അല്ലെ, അല്ലെങ്കിൽ 2(8) 2(8) എന്താണ് പറയുന്നത്? രേഖകൾ അല്ലെങ്കിൽ വസ്തുക്കളുടെ മേലെയുള്ള കുറ്റകൃത്യമാണ് അല്ലെ. പക്ഷേ എന്താണ് രേഖകൾ എന്നത്? ഏതെങ്കിലും വസ്തുവിന്മേൽ അല്ലെങ്കിൽ പേപ്പറോ ഡിജിറ്റൽ മീഡിയമോ അക്ഷരങ്ങളോ അക്കങ്ങളോ അല്ലെങ്കിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തി തെളിവായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിലെ മാർക്ക് തിരുത്തുന്നതും എന്താണ്? രേഖയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യമാണ്. സോ അത് സെക്ഷൻ 2(b)യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 7ാമത്തെ ചോദ്യം. സന്തോഷ് തന്റെ കമ്പ്യൂട്ടറും പ്രിന്ററും ഉപയോഗിച്ച് 500 രൂപയുടെ വ്യാജ കറൻസി നോട്ടുകൾ നിർമ്മിച്ചു. എന്നാൽ ഒരു കടയിലും ഉപയോഗിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു? പിടിക്കപ്പെടുകയും ചെയ്തു. ഇത് ഏത് കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സംഭവം മനസ്സിലായില്ലേ? എന്താണ്? ഒരു കുറ്റകൃത്യം അവിടെ ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുറ്റകൃത്യം പൂർത്തിയാവുന്നതിന് മുൻപ് അത് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫേക്ക് കറൻസിയുടെ നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ വകുപ്പാണ് അല്ലെങ്കിൽ ഏത് വകുപ്പാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെറിയൊരു ലിങ്ക് ഇതിനകത്തുണ്ട്. കിട്ടിയല്ലോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 2(4) പ്രകാരം എന്താണ് ഇവിടെ ഫേക്ക് അല്ലെങ്കിൽ വ്യാജം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ സെക്ഷൻ 11 പ്രകാരം ഒരു കാര്യം കൂടി വരുന്നുണ്ട്. എന്താണ്? ഇവിടെ ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു കുറ്റകൃത്യം ചെയ്യാനായി ശ്രമിക്കുന്നു. അതേസമയം അത് ഉപയോഗിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നു? അത് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ അവിടെ സെക്ഷൻ 11 കൂടി നമുക്ക് ഉൾപ്പെടുത്താനായി കഴിയും. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓക്കെ ആണേ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിന് ശിക്ഷ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ്? നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ശിക്ഷ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണെന്നാണ് ചോദ്യം. ഒരു പ്രതിയുടെ മാനസിക നിലയാണോ, കുറ്റകൃത്യത്തിന്റെ സാമ്പത്തിക മൂല്യമാണോ, കുറ്റകൃത്യത്തിന്റെ തീവ്രതയാണോ, പ്രതിയുടെ സാമൂഹ്യ പദവിയാണോ? ഏതാണ്? സിമ്പിൾ ആണ്. നമുക്കൊരു എന്താണ് പറയുക, നമ്മുടെ ഒരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് ഉത്തരം പറയാനായി കഴിയും. ഏതാണ് വരിക? 8. ഉത്തരം എന്ന ഓപ്ഷൻ സി ആണ്. കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനുള്ള ശിക്ഷ കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ ശിക്ഷകൾ സംബന്ധിച്ച സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ആണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള ശിക്ഷകൾ നിർവഹിച്ചിട്ടുള്ളത് കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ്. അപ്പൊ ശിക്ഷകളെ ഈ പറയുന്ന ക്ലാസിഫൈ ചെയ്യുന്ന എന്താണ്? അതിന്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ കൊലപാതകത്തിനുള്ള ശിക്ഷയല്ല അല്ലെങ്കിൽ കൊലപാതകത്തിനുള്ള ശിക്ഷയല്ല നമ്മൾ ചെറിയ കുറ്റകൃത്യത്തിന് കൊടുക്കുന്നത്. സോ കുറ്റകൃത്യത്തിന്റെ തീവ്രതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയൊരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. 9ാമത്തെ ചോദ്യം. നിതിൻ ബാങ്ക് കവർച്ച നടത്തിയ തന്റെ സുഹൃത്ത് വിനോദിനെ അയാൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്റെ വീട്ടിൽ ഒളിപ്പിക്കുന്നു. വിനോദിന് 10 വർഷം തടവ് ലഭിച്ചാൽ നിതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കാനായിട്ട് സാധ്യതയുള്ളതെന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ സംഭവം എന്താണ്? നിതിന് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ നിതിൻ ബാങ്ക് കവർച്ച നടത്തിയ തന്റെ സുഹൃത്തിൽ വിനോദിന് എന്ത് ചെയ്യുന്നു? കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? നിതിനും വിനോദും കൂട്ടുകാരാണ്. അപ്പോൾ നിതിനറിയാം വിനോദ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ബാങ്ക് കവർച്ച നടത്തിയ വ്യക്തിയാണ്. അപ്പൊ ബാങ്ക് കവർച്ച നടത്തിയ വിനോദിന് എന്ത് ചെയ്യുന്നു? നിതിൻ തന്റെ വീട്ടില് താമസിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം അയാൾ ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താമസിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? വിനോദിനെ പോലീസ് പിടിക്കുന്നു. വിനോദിന് 10 വർഷം തടവ് ലഭിച്ചാൽ നിതിന് എത്ര വർഷം തടവാണ് ശിക്ഷയായിട്ട് ലഭിക്കാനായി ചാൻസ് ഉള്ളതെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? എന്താണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? 5 വർഷം തടവാണ്. എന്ന് വെച്ചാൽ പ്രധാന കുറ്റവാളിയെ സഹായിച്ചതിന് 5 വർഷമാണ് കിട്ടാൻ സാധ്യതയുള്ളത്. ഇതിനകത്ത് പറയുന്നത് സെക്ഷൻ 2(13) ആണ്. 2(13) എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഹാർബർ അല്ലെങ്കിൽ അഭയം നൽകൽ എന്നാണ് അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്? ഒളിപ്പിക്കൽ എന്നത് ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഉദ്ദേശിച്ച് സഹായം നൽകുന്നതാണ്. സാധാരണയായി മറ്റൊരാളുടെ കുറ്റകൃത്യത്തിന് സഹായിക്കുന്നതിന്റെ ഇവിടെ ഒളിപ്പിക്കൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിൽ പ്രധാന കുറ്റകൃത്യത്തിന്റെ പകുതിയായ 5 വർഷമാണ് തടവ് ശിക്ഷയായിട്ട് ലഭിക്കാനായി ചാൻസ് ഉള്ളത്. പുതിയ അറിവല്ലേ? അപ്പൊ ഒരു കുറ്റകൃത്യം ചെയ്തു, അതിന് നമ്മൾ അഭയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രധാന വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ നേർപകുതി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ മറ്റേ വ്യക്തിക്ക് അല്ലെങ്കിൽ ബാങ്ക് മോഷണം നടത്തിയ വ്യക്തിക്ക് 10 വർഷമാണെന്നുണ്ടെങ്കിൽ അതിന് അഭയം കൊടുത്തവന് കിട്ടുന്ന എന്താണ്? 5 വർഷമാണ്. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യത്തിനാണ് പൂർത്തീകരിച്ച കുറ്റകൃത്യത്തിന്റെ പകുതി ശിക്ഷയായിട്ട് ലഭിക്കുന്നതെന്നാണ് ചോദ്യം.
എന്താണ്? പൊതുസേവകന് കൈക്കൂലി നൽകലാണോ, അതോ രേഖകൾ വ്യാജമായി നിർമ്മിക്കലാണോ, അതോ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കലാണോ, അതോ ഒന്നിലധികം വ്യക്തികൾ പൊതു ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കലാണോ? ഇതിൽ ഏതാണ് താഴെ പറയുന്ന കുറ്റകൃത്യത്തിന് പൂർത്തീകരിച്ച കുറ്റകൃത്യത്തിന്റെ പകുതി ശിക്ഷയായിട്ട് കൊടുക്കുന്നത്? അറിയാമോ? 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. എന്താണ്? കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കലാണ്. എന്ന് വെച്ചാൽ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, ഒരു കുറ്റകൃത്യം ചെയ്ത് പൂർത്തീകരിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. എന്നാൽ ചെയ്ത് ശ്രമിക്കുക മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറെക്കുറെ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? പകുതി ശിക്ഷയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 11 അതിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ പൂർത്തിയായ കുറ്റകൃത്യത്തിന്റെ പകുതി ശിക്ഷയാണ് നിയമം വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു 10 വർഷമാണ് നമ്മളിപ്പോ ശിക്ഷയ്ക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് അല്ലെങ്കിൽ ആ പറയുന്ന ശിക്ഷ അല്ലെങ്കിൽ ആ പറയുന്ന കുറ്റകൃത്യം ചെയ്ത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയാണ് കൊടുക്കുന്നത്? 5 വർഷമാണ് അവിടെ ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. സോ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുതിയ അറിവ് ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക? ഉറപ്പിച്ചു വെച്ചേക്കുക. അപ്പോൾ ഈ പറയുന്ന ഓരോ ചോദ്യവും പുതിയ അറിവായി തന്നെ കണക്കാക്കുക. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. താഴെ പറയുന്നവയില് ഏത് സാഹചര്യത്തിലാണ് വകുപ്പ് 19 പ്രകാരമുള്ള ആവശ്യകത എന്ന ഒഴിവാക്കൽ ബാധകമല്ലാത്തത്? ഓക്കെ, അപ്പൊ എന്താണ്? താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് 19 പ്രകാരമുള്ള ആവശ്യകത അല്ലെങ്കിൽ നെസസിറ്റി എന്ന ഒഴിവാക്കൽ ബാധകമാകാത്തത് എന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വീഡിയോ പോസ് ചെയ്ത ശേഷം ഓപ്ഷൻസ് ഒന്ന് വായിച്ച് ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ആവശ്യകത എന്ന ഒഴിവാക്കൽ ബാധകമാകാത്തത് എന്നാണ് ചോദ്യമേ. ഒന്നാമത് നോക്കിയേ, ഒരു അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വ്യക്തി മറ്റൊരാളുടെ സ്വകാര്യ വസ്തുവിൽ കയറുമ്പോൾ അത് ഓക്കെ ആണോ? ആവശ്യകതയുടെ ഒഴിവാക്കലിനകത്ത് ബാധകമാകുന്നതാണോ? ആകുന്നതാണ്, വലിയ കുഴപ്പമില്ല. ബി എന്ന് നോക്കിയേ, ഗുരുതരമായ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേഗത പരിധി ലംഘിച്ചാൽ അതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അത് ചെയ്യാം. എന്നാൽ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരാളുടെ വള്ളം അനുമതിയില്ലാതെ ഉപയോഗിച്ചാൽ അതും എന്താണ്? ജസ്റ്റിസിബിൾ ആണ്, നമുക്കത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അല്ലെ, ആവശ്യകതയാണ്. എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ കൊലപ്പെടുത്തുകയാണെങ്കിലോ അത് എന്താണ്? 19 പ്രകാരമുള്ള ആവശ്യകത എന്ന ഒഴിവാക്കലിൽ ബാധകമല്ലാത്തതാണ് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇതിനകത്ത് ഒഴിവാക്കാനായിട്ട് കഴിയാത്തൊരു കാര്യമാണ്. കാരണം എന്താണ്? വകുപ്പ് 19 പ്രകാരമുള്ള ആവശ്യകത എന്ന ഒഴിവാക്കൽ ഗുരുതരമായ ഹാനി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സംരക്ഷണം നൽകുന്നതാണ് അല്ലെ. ഗുരുതരമായ ഹാനി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സംരക്ഷണം നൽകുന്നതാണ് സെക്ഷൻ 19. എന്നതുകൊണ്ട് ഒരാളുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാതൊരു കാരണവുമില്ലാതെ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നത് ആവശ്യകതയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല അല്ലെ. മറ്റുള്ള എല്ലാ ഉദാഹരണങ്ങളിലും ഗുരുതരമായ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ന്യായമായ നടപടികളാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സി എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. മനസ്സിലായോ? ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും വലിയ അപകടങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്വയമേ സൃഷ്ടിക്കുന്നില്ല അല്ലെ. പക്ഷേ ഓപ്ഷൻ സി നോക്കിയേ, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അവിടെ മറ്റൊരാളുടെ ജീവൻ എന്ത് ചെയ്യുന്നു? എടുക്കുകയാണ് അല്ലെ. സോ അതെന്ത് ചെയ്യുന്നു? അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റിസിബിൾ ആണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷെ എന്തല്ല, നമുക്ക് ഈ പറയുന്ന 19 നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. 19 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ് 1 9. 1 എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറാണ്, 9 എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ്. എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ തെറ്റ് തടയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ വലിയൊരു തെറ്റ് തടയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ കുറ്റകൃത്യങ്ങളൊന്നും എന്തല്ല, കുറ്റകരമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 19 പറയുന്നത് അല്ലെ. വലിയ തെറ്റ് അല്ലെങ്കിൽ വലിയൊരു കുറ്റകൃത്യം, വലിയൊരു അപകടം തടയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊന്നും കുറ്റകരമല്ല എന്നാണ് സെക്ഷൻ 19 പറയുന്നത്. അതിനകത്ത് എന്തായാലും ഈ പറയുന്ന ഓപ്ഷൻ സി നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്തായാലും ഓപ്ഷൻ സി നമുക്ക് അതിനകത്ത് ഉത്തരമായിട്ട് വരും. 11 നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളില് വസ്തുതാപരമായ തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന ഒഴിവാക്കലിനെ കുറിച്ച് തെറ്റായത് ഏതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ വസ്തുതാപരമായ തെറ്റ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ച് അതില് തെറ്റായിട്ട് പറയുന്ന വകുപ്പ് ഏതാണ് അല്ലെങ്കിൽ തെറ്റായിട്ട് പറയുന്ന പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. വസ്തുതാപരമായ തെറ്റ് BNSന്റെ വകുപ്പ് 14 മുതൽ 17 വരെ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട്. യഥാർത്ഥ വസ്തുതകളെ കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നുളവാക്കുന്ന തെറ്റുകൾ വിശ്വാസതയിലേക്കാണ് അല്ലെങ്കിൽ വിശ്വാസത്തിലാണ് ആ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാണ്
യഥാർത്ഥ വസ്തുതകളെ കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നുള്ളതാകുന്ന തെറ്റായ വിശ്വാസത്തിലാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റായ വിശ്വാസത്തിൽ പ്രവർത്തിച്ചാലും പ്രവൃത്തിയുടെ ആത്യന്തിക ഫലം കുറ്റകരമാണെങ്കിൽ അത് എല്ലായ്പ്പോഴും ശിക്ഷാർഹമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റായ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രവൃത്തി ശരിയായ വിശ്വാസത്തിൽ ചെയ്തിരുന്നെങ്കിൽ നിയമപരമായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് അല്ലെങ്കിൽ വസ്തുതാപരമായ തെറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തെറ്റായ ഓപ്ഷൻ ഏത് എന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതില് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. എങ്ങനെയാണ്? തെറ്റായ വിശ്വാസത്തിൽ പ്രവർത്തിച്ചാലും പ്രവൃത്തിയുടെ ആത്യന്തിക ഫലം കുറ്റകരമാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അത് ശിക്ഷാർഹമാണ്. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഇതിനകത്ത് പറയുന്നത് ഒരു വ്യക്തി തെറ്റായ വിശ്വാസത്തിൽ പ്രവർത്തിച്ചാലും ആ തെറ്റായ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രവൃത്തി എന്ത് ചെയ്യുന്നു, ശരിയായ വിശ്വാസത്തിൽ ചെയ്തിരുന്നെങ്കിൽ നിയമപരമായിരിക്കാമെന്ന് അല്ലെങ്കിൽ നിയമപരമാണ് എന്ന് നമ്മളുടെ ഒരു വിശ്വാസമുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവസാനം അത് ചെന്നെത്തുന്ന തെറ്റിലേക്കാണെന്നുണ്ടെങ്കിലും അതെന്താണ്, കുറ്റകരം തന്നെയാണെന്നാണ് പറയുന്നത്. ചില എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യം നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൽ അത് ശരിയാണെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ആക്ച്വലി അത് ശരിയാണോ? ശരിയല്ല. അതിന്റെ ഫലം വരുന്നത് എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാല് അത് തെറ്റായിട്ടാണ് അതിന്റെ ഒരു ഫലം വരുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അതെന്താണ്, കുറ്റകരമാണ് എന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള നമ്മുടെ കുറെ ലോജിക്കും കോമൺ സെൻസും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ പ്രയോഗിക്കേണ്ടി വരും, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ പ്രയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യവും അതിനകത്ത് ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 13ാമത്തെ ചോദ്യം. ഒരു 8 വയസ്സുള്ള കുട്ടി മറ്റൊരു കുട്ടിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുട്ടിക്ക് ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കൽ ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് സംഭവം? ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി എന്ത് ചെയ്യുന്നു, മറ്റൊരു കുട്ടിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയാണ്. അപ്പൊ BNS ഏത് വകുപ്പ് പ്രകാരമാണ് ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്, ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചാൻസ് ഉള്ളതെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ? 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരം അല്ലെ. ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരം. കാരണം എന്താണ്, BNS 20ഉം 21ലുമാണ് എന്ത് ചെയ്യുന്നത്, ശൈശവാവസ്ഥ പ്രകാരം ഒരു നിശ്ചിത പ്രായത്തിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ക്രിമിനൽ ബാധ്യതയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് അല്ലെ. ഇവിടെ 8 വയസ്സുള്ള കുട്ടി ക്രിമിനൽ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള പ്രായപക്വത ഇല്ലാത്തതിനാൽ അവന് അല്ലെങ്കിൽ അവളുടെ പ്രവൃത്തി കുറ്റകരമാകുന്നില്ല. മറ്റൊഴിവാക്കലുകൾ എന്നുവെച്ചാൽ എന്താണ്, നമ്മുടെ ഭ്രാന്ത്, അതുപോലെ തന്നെ നിസ്സാര ഹാനി ഈ സാഹചര്യത്തിൽ ബാധകമല്ല. ചുരുക്കത്തിൽ പറഞ്ഞാല് സെക്ഷൻ 20ലും 21ലും എന്താണ് പറയുന്നത്, കുട്ടിയുടെ ഏജിന്റെ കാര്യമാണ് പറയുന്നത്. ഓൺലി ഇൻകാപ്സ് അല്ലെങ്കിൽ ഇൻകാപ്പബിൾ ഫോർ കമ്മിറ്റിംഗ് എ ക്രൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടി എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ വരുന്നെന്തോ ഏതിനകത്താണ്, നമ്മുടെ ഈ പറയുന്ന വകുപ്പ് 20നും 21നുമാത്താണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ പഠിക്കുന്നത് ഇതുപോലുള്ള എക്സാമ്പിൾസിലുള്ള ഉത്തരം കണ്ടെത്താനാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ 14ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയില് സമ്മതം അല്ലെങ്കിൽ കൺസെന്റ് എന്ന ഒഴിവാക്കലിന്റെ ശരിയായ പ്രയോഗം ഏതാണ്? സമ്മതം അല്ലെങ്കിൽ കൺസെന്റ് എന്താണ്? ഒരു വ്യക്തി മറ്റൊരാളുടെ വഞ്ചിച്ച് അയാളുടെ സ്വത്ത് കൈക്കലാക്കുന്നതാണോ, അതോ ഒരു 15 വയസ്സുകാരി ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കുന്നതാണോ, അതോ ഒരു ഭീഷണിപ്പെടുത്തി സമ്മതം നേടി മറ്റൊരാളുടെ വസ്തുവകകൾ കൈവശപ്പെടുത്തുന്നതാണോ, അതോ 2 പ്രൊഫഷണൽ മല്ലയുദ്ധ താരങ്ങൾ നിയമാനുസൃതമായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഒരാൾക്ക് മറ്റേയാളിൽ നിന്നേറ്റ് പരിക്കേൽക്കുന്നു. ഇതിൽ ഏതാണ് സമ്മതം അല്ലെങ്കിൽ കൺസെന്റ് എന്ന് പറയുന്ന ഒഴിവാക്കലിന്റെ ശരിയായ പ്രയോഗം എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 14ാമത്തെ ചോദ്യം. ഒരാളെ വഞ്ചിച്ച് മറ്റൊരാളുടെ സ്വത്ത് കൈവശം വയ്ക്കുന്നത് കൺസെന്റ് ആണോ? അല്ല. ഒരു 15 വയസ്സുകാരി ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചാൽ അത് കൺസെന്റ് ആണോ? 15 വയസ്സേ ഉള്ളൂ, അല്ല. ഒരാളെ ഭീഷണിപ്പെടുത്തി സമ്മതം നേടുന്നത് കൺസെന്റ് ആണോ? അല്ല. 2 പ്രൊഫഷണൽ മല്ലയുദ്ധ താരങ്ങൾ അല്ലെ, 2 മല്ലയുദ്ധ താരങ്ങൾ നിയമാനുസൃതമായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഒരാൾക്ക് മറ്റേ ആളിൽ നിന്ന് പരിക്കേറ്റാൽ അതെന്തല്ല, കുറ്റകരമല്ല എന്നാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇത് ഏത് വകുപ്പിനകത്താണ് പറയുന്നത്? സെക്ഷൻ 25നകത്താണ് അല്ലെ. സെക്ഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് സെക്ഷൻ 25. ഈ പറഞ്ഞ മാർഷ്യൽ ആർട്സിന്റെ ഒക്കെ കാര്യം പറയുന്നത് സെക്ഷൻ 25ആണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 15ാമത്തെ ചോദ്യം. ഒരു ജഡ്ജി തന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കേസിൽ
തെറ്റായ വിധി പ്രഖ്യാപിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബാധകമാകുന്ന ഒഴിവാക്കൽ ഏതാണ്? ഒരു ജഡ്ജി എന്താണ് ചെയ്യുന്നത്? ഒരു കേസില് തെറ്റായ വിധിയാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ജഡ്ജിക്ക് ബാധ്യമാകുന്ന ഒഴിവാക്കൽ ഏതാണ്? മക്കളെ, ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും 32 ചോദ്യങ്ങളുണ്ട്. 32 ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് ഇപ്പോ 10 മാർക്കാണ് കിട്ടിക്കോട്ടെ, 5 മാർക്കാണ് കിട്ടിക്കോട്ടെ, ഇപ്പോ 20 മാർക്കാണോ 30 മാർക്കാണ് കിട്ടിക്കോട്ടെ, നിങ്ങൾ സ്വന്തമായി വാങ്ങിച്ച മാർക്കാണെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ അതിപ്പോ എത്ര മാർക്ക് ആയിക്കോട്ടെ കമന്റ് ചെയ്യുക. അത് നിങ്ങൾ നേടിയെടുത്തതാണ്, പഠിച്ചെടുത്തതാണ് അല്ലെ. കാര്യം എന്താണ്? ഇതെല്ലാവരും പുതുതായി പഠിക്കുന്നതാണ്. സോ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഇരിക്കുക കേട്ടോ. നിങ്ങളുടെ മാർക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായി വരുന്നത്. കാര്യം എന്താണ്? BNS-ലെ സെക്ഷൻ 15, 16 അതിനകത്താണ് എന്ത് പറയുന്നത്? ന്യായാധിപന്മാരും ന്യായവിധി നടത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുമ്പോൾ അവർക്ക് നൽകിയിട്ടുള്ള അധികാരത്തിന്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇവിടെ എന്താണ്? ഒരു ജഡ്ജി കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും അവിടെ എന്താണ്? ജഡ്ജിയെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്ഷൻസിനകത്താണ്. നമുക്കറിയാം കോടതിയും ജഡ്ജിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകളാണ് അല്ലെ. സോ എന്ത് ചെയ്യാം? ഇതുപോലെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ വകുപ്പ് 15ഉം 16ഉമാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയില് ഏത് സാഹചര്യത്തിലാണ് മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഇൻടോക്സിക്കേഷൻ എന്ന ഒഴിവാക്കൽ ബാധകമാകുന്നത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയില് ഏത് സാഹചര്യത്തിലാണ് മദ്യപാനം അല്ലെങ്കിൽ ലഹരി എന്ന ഒഴിവാക്കൽ ബാധകമാകുന്നത് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്. ഓപ്ഷൻ വായിച്ചാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം കണ്ടെത്താനായി കഴിയും. ഒരു വ്യക്തി സ്വയം മദ്യപിച്ച് ലഹരിയിൽ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുമ്പോഴാണോ, അതോ ഒരു വ്യക്തി അയാളുടെ അറിവില്ലാതെ മറ്റൊരാൾ ലഹരി മരുന്ന് നൽകി ലഹരിയിൽ ആക്രമിക്കുമ്പോഴാണോ, ഒരു വ്യക്തി മദ്യപിച്ച ശേഷം എന്ത് ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് സാധനങ്ങൾ എടുക്കുന്നതാണോ, അതോ ഒരു വ്യക്തി മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി സ്വയം എന്ത് ചെയ്യുന്നു? മരുന്ന് ഉപയോഗിക്കുന്നതാണോ? ഏതാണ്? നമുക്കറിയാം, സിമ്പിൾ ആണ്. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ അല്ലെ. അപ്പൊ ഒരാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ അറിവില്ലാതെ ലഹരി ഉപയോഗിക്കുകയാണ് അല്ലെ. അപ്പൊ അറിവില്ലാതെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ സെക്ഷൻ 23 ആണ്. അറിവോടുകൂടി ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ സെക്ഷൻ 24 ആണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഈ അറിവില്ലാത്ത രീതിയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും എന്തല്ല? കുറ്റകരമല്ല. എന്നുവെച്ചാൽ ഞാനിപ്പോ മദ്യം ഉപയോഗിക്കുന്നില്ല, ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷെ എന്റെ കൂട്ടുകാര് എനിക്ക് ഭക്ഷണത്തിൽ ലഹരി അല്ലെങ്കിൽ വെള്ളത്തിൽ ലഹരി കലക്കി തന്ന് എന്നെ ലഹരി പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കുറ്റകരമല്ല. കാരണം എന്താണ്? ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളാണ്. അത് ഞാൻ അറിയാത്ത രീതിയിലാണ് ഞാൻ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ എന്തല്ല? കുറ്റകരമല്ല. അത് ഞാൻ ഓൾറെഡി നമുക്ക് പഠിപ്പിച്ച കേസുകൾ തന്നെയാണ്. ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, വകുപ്പ് 18 പ്രകാരമുള്ള അപകടം അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന് നോക്കുക. അശ്രദ്ധ മൂലം സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളും ഈ ഒഴിവാക്കൽ ബാധകമാണെന്ന് പറയും. കുറ്റകരമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഫലങ്ങൾക്കും ഈ ഒഴിവാക്കൽ ബാധകമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കുറ്റകരമായ ഉദ്ദേശം ഇല്ലാതെ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മാത്രമേ ഈ ഒഴിവാക്കൽ ബാധകമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപകടം സംഭവിക്കുമ്പോൾ ബന്ധപ്പെട്ട വ്യക്തിയുടെ മാനസിക അവസ്ഥ പരിഗണിക്കേണ്ടതില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഇത് സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് മുഖാന്തരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കേസാണ്. ഈ 18 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1, 8. ഈ 8 നമുക്ക് ഇങ്ങനെ കോടാലി പോലെ എഴുതാൻ പറ്റും. നടുക്കൊരു വരയും കൂടി വരച്ചാൽ കോടാലിയാവും. ഈ 18 ഒരു കോടാലി പോലെ ഞാൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പഠിപ്പിച്ചു തന്ന കേസാണ്. എന്താണ് അതിൽ പറയുന്ന കാര്യം? എന്താണ്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും. കാരണം എന്താണ്? നിയമപരമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കുറ്റകരമായ ഉദ്ദേശം ഇല്ലാതെ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് എന്തല്ല? ഈ പറയുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല. എന്ന് വെച്ചാൽ എന്താണ്? 18ന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് എന്താണ്? ഒരാള് കോടാലി ഉപയോഗിച്ച് മരം വെട്ടുന്നു. അവന്റെ ജീവിത വരുമാനം മരം വെട്ടിയാണ്. അപ്പോൾ അങ്ങനെ മരം വെട്ടുന്ന വേളയിൽ കോടാലിന്റെ പിടി ഊരി അടുത്തിരിക്കുന്നവന്റെ തലയിൽ വീണവും മരിച്ചു പോയാൽ കുറ്റകരമല്ല. കാര്യം എന്താണ്? കോടാലി മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. മറ്റവനെ എന്താണ്? കൊല്ലണമെന്നുള്ള ഉദ്ദേശമില്ലായിരുന്നു.
പക്ഷെ നിയമപരമായിട്ട് ചെയ്യുന്ന വേളയിൽ എന്ത് ചെയ്യുന്നു, എന്തോ നിർഭാഗ്യവശാൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യം നടക്കുന്നു അല്ലെ. അങ്ങനെ ചെയ്താൽ എന്തല്ല, അത് കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 18. അപ്പൊ നമ്മൾ അതിനെ ഓൾറെഡി പഠിച്ചതാണ്. ഈ രീതിയിലായിരിക്കും ഇതൊക്കെ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത്. സോ നമ്മൾ പഠിപ്പിച്ച എക്സാമ്പിൾസ് ഓർത്തിരിക്കണം. കോമൺ സെൻസ് വളരെ അത്യാവശ്യമാണ്. നല്ല രീതിയിൽ ക്ലാസ്സുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായി കഴിയത്തുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ക്ലാസ്സുകൾ മനസ്സിലാവുന്നതിനും ബാക്കി സെക്ഷൻസ് പഠിക്കുന്നതിനും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ബാച്ച് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. BNSന്റെ ഭാരതീയ ശിക്ഷാ നിയമത്തിന്റെ സെക്ഷൻ 34 അനുസരിച്ചുകൊണ്ട് താഴെ പറയുന്നവയിൽ ഏത് സ്വകാര്യ പ്രതിരോധനത്തിന്റെ അവകാശത്തിന്റെ പരിധിയിൽ വരാത്തതെന്നാണ് ചോദിക്കുന്നത്. വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏതാണ് സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ എന്താണ് സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശ പരിധിയിൽ വരാത്തതെന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം വരുന്നുണ്ടോ? മറ്റൊരാളുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന അവകാശം വരുന്നുണ്ടോ? സ്വത്തിനെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം വരുന്നുണ്ടോ? ആക്രമണകാരിയോട് പ്രതികാരം ചെയ്യാനുള്ള അവകാശം വരുന്നുണ്ടോ? ഏതാണ്? കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഉത്തരം കിട്ടും. ഏതാണ്? സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനുള്ള അവകാശം ഉണ്ട് അല്ലെ, സ്വത്തിനെ സംരക്ഷിക്കാനുള്ള അവകാശം ഉണ്ട്, മറ്റൊരാളുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള അവകാശം ഉണ്ട്, പക്ഷെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതാണ് ഇതിനകത്ത് വരുന്നത് അല്ലെ. അപ്പോ സെക്ഷൻ 34 ആണെന്ന് പറഞ്ഞു. 34 മുതൽ 44 വരെയാണ് എന്ത് ചെയ്യുന്നത്, സ്വകാര്യ പ്രതിരോധത്തിനകത്ത് വരുന്നത്. 34 എന്താണ് പറയുന്നത്? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം സ്വന്തം ശരീരം, അതുപോലെ മറ്റൊരാളുടെ ശരീരം, സ്വത്ത് എന്നിവയെ സംരക്ഷിക്കുന്നതിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അതേസമയം പ്രതികാരം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തികൾ എന്ത് ചെയ്യത്തില്ല, സ്വകാര്യ പ്രതിരോധത്തിനകത്ത് വരത്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. 18 ഓക്കെയാണ്. 19ാമത്തെ ചോദ്യം. ഒരു ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ ആക്രമണകാരിയുടെ മരണത്തിന് കാരണമാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെൽഫ് ഡിഫൻസിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ ആക്രമിക്കുന്നു, പക്ഷെ നമ്മൾ തിരിച്ചാക്രമിക്കുമ്പോഴത്തേക്കും അത് മരണത്തിലേക്ക് നയിച്ചാൽ അത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ പഠിച്ചതാണ്. 19ന്റെ ഉത്തരം കിട്ടിയോ? ഒരു ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ ആക്രമണകാരിയുടെ മരണത്തിന് കാരണമായാൽ സെക്ഷൻ 36 ആണ് അല്ലെ, സെക്ഷൻ 36. അതിനകത്ത് എന്താണ് പറയുന്നത്? സെക്ഷൻ 36 മരണം വരുത്തുന്നത് ഉൾപ്പെടെയുള്ള സ്വകാര്യ പ്രതിരോധങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താണ് പറയുന്നത്? ആരെങ്കിലും ബലാത്സംഗം ചെയ്താലോ, ആരെങ്കിലും തട്ടിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യുന്നു, പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവൃത്തികൾ ചെയ്താലോ, അഗ്നിബാധ വരുത്താൻ ശ്രമിക്കുകയോ, വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്ത കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിലുള്ള സെൽഫ് ഡിഫൻസ് അയാളുടെ ഈ പറയുന്ന ആക്രമകാരിയുടെ മരണത്തിലേക്ക് നയിച്ചാലും അത് കുറ്റകരമൊന്നുമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 36 പറയുന്നത്. ആ ഒരു കാര്യത്തിലും ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശങ്ങളുമായി സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഈ പറയുന്നവയിൽ ഏതാണ്? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം എപ്പോഴും ഏത് സാഹചര്യത്തിലും ആക്രമണകാരിയുടെ മരണത്തിന് കാരണമാകാം. ശരിയാണോ? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം പോലീസിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാണോ? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം സംരക്ഷണത്തിനുള്ളതാണ്, പ്രതികരണത്തിനുള്ളതല്ല. ശരിയാണോ? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം കേവലം സ്വത്തിനെ സംരക്ഷിക്കുന്നത് മാത്രമാണ്. ശരിയാണോ? 20ാമത്തെ ചോദ്യത്തിന്റെ ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള മോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഒന്ന് കണ്ടെത്താനായി ശ്രമിച്ചേ. ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം സംരക്ഷണത്തിനുള്ളതാണ്, അല്ലാതെ പ്രതികാരത്തിനുള്ളത് അല്ല അല്ലെ. നമ്മൾ മറ്റൊരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. സ്വകാര്യ പ്രതിരോധം നമ്മളെ സംരക്ഷിക്കാനാണ്, അല്ലാതെ നമ്മളെ പ്രതികാരം കിട്ടാനുള്ളതല്ല എന്ത് സ്വകാര്യ പ്രതിരോധം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് സെക്ഷൻ 38 പ്രകാരം ആക്രമണകാരിയുടെ മരണത്തിന് കാരണമാകുന്ന വിധത്തിലുള്ള സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ലഭിക്കാത്തത് എന്നാണ് ചോദ്യം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. 36 പറഞ്ഞു എന്താണ്, സ്വകാര്യ പ്രതിരോധം മരണത്തിലേക്ക് നയിച്ചാൽ. അപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസിൽ ഏതോ ഒന്ന് തെറ്റാണ്. ഏതാണെന്ന് നോക്കി. ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതാണോ? അഗ്നിബാധ വരുത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതാണോ? വിഷം കൊടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതാണോ? വാഹനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഏതാണ്? ഏത് സാഹചര്യത്തിലാണ് മരണം വരെ അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാവുന്ന രീതിയിലുള്ള സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ലഭിക്കാത്തതെന്നാണ് ചോദ്യം. നമുക്കറിയാം ബലാത്സംഗം ഓക്കെയാണ്, അഗ്നിബാധ വരുത്താൻ ശ്രമിച്ചാൽ അതും ഓക്കെയാണ്, വിഷം കൊടുക്കാൻ ശ്രമിച്ചാൽ ഓക്കെയാണ്, പക്ഷെ വാഹനം മോഷ്ടിക്കുന്ന കാര്യമൊന്നും അതിനകത്ത് വരുന്നില്ല. സെക്ഷൻ 36 പ്രതിപാദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. സന്തോഷിന്റെ കാറ് ഒരു കള്ളൻ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. സന്തോഷ് കള്ളനെ പിടികൂടി അയാളെ തല്ലുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കള്ളന് ചെറിയ പരിക്ക് ഏൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ
താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നിലപാട് ഏതെന്നാണ് ചോദ്യം. സിറ്റുവേഷൻ മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സന്തോഷം എന്ത് ചെയ്യുന്നു? സന്തോഷിന്റെ കാർ ഒരു കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. സന്തോഷം എന്ത് ചെയ്യുന്നു? ആ കള്ളനെ പിടിച്ച് 4 ഇടി കൊടുക്കുന്നു. ആ സമയത്ത് കള്ളൻ എന്ത് ചെയ്യുന്നു? ചെറിയ പരിക്കും ഏൽപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ശരിയായ നിയമപരമായിട്ടുള്ള നിലപാട് ഏതാണെന്ന് നോക്കിയേ. സന്തോഷിന് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഇല്ല, കാരണം അയാൾ ആദ്യം ആക്രമിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷ് സെക്ഷൻ 37 പ്രകാരം തന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിനുള്ള സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സന്തോഷിന് സെക്ഷൻ 36 പ്രകാരം കള്ളന്റെ മരണത്തിന് കാരണമായേക്കാവുന്ന വിധത്തിലും പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. സന്തോഷിന് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഇല്ല, കാരണം അയാൾ പോലീസിനെ വിളിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ ഈ പറയുന്ന സെക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താനായി കഴിയും അല്ലെ? എങ്ങനെയാണ്? നമുക്ക് ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താനായി നോക്കിയാലോ. സന്തോഷിന് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഇല്ല, കാരണം അയാൾ ആദ്യം ആക്രമിക്കുന്നു. അത് തെറ്റാണോ? അത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. സന്തോഷിന് സെക്ഷൻ 36 പ്രകാരം കള്ളന്റെ മരണത്തിന് കാരണമായേക്കാവുന്ന വിധത്തിൽ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഓട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊല്ലാനുള്ള അവകാശമൊക്കെ ഉണ്ടോ? അതില്ല, എന്തായാലും വരില്ല. സന്തോഷിന് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഇല്ല, കാരണം അയാൾ പോലീസിനെ വിളിക്കേണ്ടതായിരുന്നു. നമ്മുടെ സാധനം മോഷിച്ചുകൊണ്ട് പോകും നമ്മൾ കാണുന്നു. അപ്പൊ അത് കണ്ട് നമ്മൾ തടയുന്നതിന് വരെ നമ്മൾ ആദ്യം പോലീസിനെ വിളിക്കാൻ പോകും. ആദ്യം നമ്മൾ തന്നെ തടയും അല്ലെ? സോ അതും തെറ്റാണ്. ഇവിടെ എന്താണ്? സന്തോഷിന് സെക്ഷൻ 37 പ്രകാരം തന്റെ സ്വത്തിനെ സംരക്ഷിക്കാനുള്ള സ്വയപ്രതിരോധത്തിനുള്ള അവകാശം എന്തുണ്ട്? സന്തോഷിനുണ്ട് അല്ലെ? അപ്പോ നമ്മുടെ സ്വത്ത് മോഷ്ടിക്കപ്പെടുന്നു, നമ്മുടെ സ്വത്ത് മോഷ്ടിക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള സ്വയപ്രതിരോധത്തിലുള്ള അവകാശം ഉളവാക്കുകയാണ് അല്ലെ? സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നമുക്കറിയാം ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സ്വത്ത് സംരക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെൽഫ് ഡിഫൻസ് ആണെങ്കിൽ സെക്ഷൻ 37 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ 23ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം ഏറ്റവും ഉചിതമായി വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. സെൽഫ് ഡിഫൻസിനുള്ള അവകാശം ഏറ്റവും ഉചിതമായി വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ എ, രമേശ് ഒരു കവർച്ചക്കാരനെ പിടികൂടിയ ശേഷം പോലീസ് എത്തുന്നതിന് ശേഷവും അയാളെ മർദ്ദിക്കുന്നു. പോലീസ് എത്തിയിട്ടും അയാളെ മർദ്ദിക്കുന്നു. ഗീത തന്റെ അയൽവാസിയുമായിട്ടുള്ള ഭൂമിയുടെ അതിർത്തി തർക്കത്തെ ചൊല്ലി കത്തിച്ചപ്പോൾ അയാളെ അതിക്രമിക്കുന്നു. സുനില് രാത്രി വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ച ആക്രമകാരിയെ തടയാൻ വേണ്ടി ശക്തി ഉപയോഗിക്കുന്നു. എന്നാൽ ആക്രമകാരി ഓടിപ്പോയതിനു ശേഷം അയാളെ പിന്തുടരുന്നില്ല. ഹരി തന്റെ കടയിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ വാങ്ങാൻ കള്ളന്റെ വീട്ടിൽ പോയി അയാളെ ഭീഷണിപ്പെടുത്തി. ഇതിൽ ഏതാണ് ഏറ്റവും ഉചിതമായിട്ട് സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കട്ടെ. ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ സി ആണല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സുനില് വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ച കള്ളനെ എന്ത് ചെയ്യുന്നു? ശക്തി ഉപയോഗിച്ച് തടയുന്നു. പക്ഷെ ആക്രമകാരി ഓടിപ്പോയതിനു ശേഷം എന്ത് ചെയ്യുന്നില്ല? അയാളെ പിന്തുടരുന്നില്ല. കാര്യം എന്താണ്? നമുക്കിവിടെ സെൽഫ് ഡിഫൻസ് നമ്മൾ നടത്തി, നമുക്ക് വേറെ കുഴപ്പമൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അയാളെ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ ശരി ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പൊ ഈ രീതിയിലുള്ള ലോജിക്ക് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ കൂടി ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അല്ലെങ്കിൽ BNS-ലെ ഏത് സെക്ഷനുകളിലാണ് സ്വകാര്യ പ്രതിരോധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഉത്തരം കിട്ടിയോ? സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ഏതൊക്കെയാണ്? നമുക്കറിയാം, ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കാരണം എന്താണ്? സെക്ഷൻ 34 മുതൽ 44 വരെ എന്താണ് ചെയ്യുന്നത്? സെൽഫ് ഡിഫൻസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലെ? 34 മുതൽ 44 വരെ സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 25ാമത്തെ ചോദ്യം, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ സന്ദർഭങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സത്യമല്ലാത്തതെന്നാണ് ചോദ്യം. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ സന്ദർഭങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സത്യമല്ലാത്തത്? ഒരാൾക്ക് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഒരാൾക്ക് സ്വന്തം സ്വത്തിനെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഒരാൾക്ക് എല്ലാ സാഹചര്യത്തിലും ആക്രമകാരിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താനുള്ള അവകാശം. ഏതാണ് ഇതിന്റെ തെറ്റായിട്ടുള്ളത്? നമുക്കറിയാം, എ ശരിയാണ്, സ്വന്തം ശരീരം അവകാശമുണ്ട്. ബി ശരിയാണ്, സ്വന്തം ശരീരം അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരം അവകാശമുണ്ട്. സ്വന്തം സ്വത്തിനെ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. പക്ഷെ എപ്പോഴും ഈ പറയുന്ന കൊല്ലാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല അല്ലെ? ഓക്കെ, അപ്പോ അങ്ങനെ ഈ പറയുന്ന മരണകാരണമായേക്കാവുന്ന രീതിയിലുള്ള പ്രൈവറ്റ് ഡിഫൻസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 36 ആണ്. നമുക്കറിയാം. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം, സെക്ഷൻ 44 പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ്
സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ മരണം സംഭവിക്കാനുള്ള അധികാരം ഇല്ലാത്തതെന്നാണ് ചോദ്യം. നമുക്കറിയാം 34 മുതൽ 44 വരെ എന്താണ് പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചാണ് പറയുന്നത്. 44 എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പകൽ സമയത്ത് ആയുധധാരികളായിട്ടുള്ള മോഷ്ടാക്കൾ വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന സിറ്റുവേഷൻ ആണോ, അതോ എന്താണ് രാത്രിയിൽ ഭവനവേദനം നടത്തുന്നവർക്കെതിരെയുള്ള സിറ്റുവേഷൻ ആണോ, അതോ വീടിന് പുറത്തു വെച്ച് നടക്കുന്ന സാധാരണ മോഷണത്തിനെതിരെയുള്ള സിറ്റുവേഷൻ ആണോ, അതോ ഭവനത്തിൽ അനധികൃതമായിട്ട് പ്രവേശിച്ച് ഗുരുതരമായ ആക്രമണം നടത്തുന്നവർക്കെതിരെയുള്ള സിറ്റുവേഷൻ ആണോ? ഏതാണ് വരിക? 26 കിട്ടിയോ? ഏതാണ്? 44 പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ മരണം സംഭവിക്കാനുള്ള അധികാരം ഇല്ലാത്തതെന്നാണ് ചോദ്യം. എന്താണ്? വീടിന് പുറത്തു വെച്ച് നടക്കുന്ന സാധാരണ മോഷണത്തിനെതിരെ നമുക്ക് എന്തില്ല? മരണത്തിനെതിരെ അല്ലെങ്കിൽ മരണം സംഭവിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല. എന്താണ്? വീടിന് പുറത്തു വെച്ച് നടക്കുന്ന സാധാരണ മോഷണത്തിന്, അതൊരു പോയിന്റ് ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ്? സെക്ഷൻ 44 പ്രകാരം എന്താണ് പറയുന്നത്? വീടിന് പുറത്തു വെച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു മോഷണമാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് എന്തില്ല? മരണം വരെ സംഭവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൈവറ്റ് ഡിഫൻസിനുള്ള അധികാരം നമുക്കില്ല. ഓക്കെ, വീടിനകത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? മോഷണം നടക്കുന്നത്. അപ്പൊ വീട്ടിനകത്ത് വെച്ചാണ് കള്ളൻ മോഷ്ടിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റ് ഡിഫൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ മരണം സംഭവിച്ചാലും അത് കുറ്റകരമല്ലാത്ത രീതിയിൽ നമുക്ക് ഊരി വരാം. പക്ഷേ വീട്ടിന് പുറത്ത് വെച്ചാണ് ഈ പറയുന്ന രീതിയിലുള്ള മോഷണം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിൽ മരണം സംഭവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൈവറ്റ് ഡിഫൻസിന് നമുക്ക് അധികാരമില്ല. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഈ 44 നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 44 ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇപ്പോ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആക്ച്വലി 44 പറയുന്നുണ്ടോന്നാണ്, ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ ഒരു കൂട്ടം ജനങ്ങൾ ആക്രമിക്കാൻ വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പ്രൈവറ്റ് ഡിഫൻസിനുള്ള അധികാരമുണ്ട്. ആ കൂട്ടത്തില് അഥവാ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് നേരെ നമ്മൾ വെടിയുതിർത്താലും എന്തല്ല? കുറ്റകരമല്ല എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. നമ്മൾ മറ്റേ സിനിമയുടെ കേസിൽ പറഞ്ഞതാണ് അല്ലെ, ഏതാണ്? നമ്മുടെ കണ്ണൂർ സ്ക്വാഡാണെന്ന് തോന്നുന്നു, മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡിന്റെ കേസാണെന്ന് തോന്നുന്നു. അതിന്റെ ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നത്? മമ്മൂട്ടി ഒരു വില്ലേജിനകത്ത് കയറി പോകുന്നു. ആ വില്ലേജിലെ എല്ലാ ആൾക്കാരും മമ്മൂട്ടി ആക്രമിക്കാൻ വരുന്നു. മമ്മൂട്ടി വെടിവെക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു വെടിവെക്കുന്ന അവസ്ഥയിൽ അവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു 18 വയസ്സാവാത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയും ഈ പറയുന്ന മമ്മൂട്ടി ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേ മതിയാവും. കാരണം എന്താണ്? മമ്മൂട്ടി അതിൽ കുറ്റക്കാരനൊന്നുമല്ല, പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെ. ആ ഒരു കേസ് വരുന്നത് ഈ പറയുന്ന 44 അവിടെയാണ് നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് ഒരു പോയിന്റ് പഠിച്ചത്. എന്താണ്? വീടിന് പുറത്തു വെച്ച് നടക്കുന്ന സാധാരണ മോഷണത്തിനെതിരെ നമുക്ക് എന്തില്ല? മരണത്തിന് അല്ലെങ്കിൽ മരണം സംഭവിപ്പിക്കാവുന്ന രീതിയിലുള്ള സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ് അധികാരം നമുക്ക് അവിടെ ഉണ്ടാവത്തില്ല. ക്ലിയർ ആണേ? 26 ഓക്കെ ആണേ? ഓക്കെ, അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയില് ഏത് പ്രസ്താവനയാണ് സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇപ്പോൾ പ്രൈവറ്റ് ഡിഫൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ ഓപ്ഷൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തേത്, ആക്രമണം സംഭവിച്ചാലും പകരം വീട്ടിലായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടിനായിട്ട് സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം തുടരാവുന്നതാണ്. ഓക്കെ, എന്താണ്? ഈ ഒരു അറ്റാക്ക് നമുക്ക് സംഭവിച്ചാലും എന്താണ്? അതിന് പകരം ഈ പറയുന്ന ഹോമില്, നമ്മുടെ വീട്ടില് സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് പോലീസ് സഹായം ലഭ്യമാകുന്ന സാഹചര്യത്തിലും സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം പൂർണ്ണമായി നിലയ്ക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ഏതളവിലും ശക്തി ഉപയോഗിക്കാവുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ഒരു ആക്രമണം തടയാൻ ആവശ്യമായ ശക്തി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് താഴെ പറയുന്നതിന് സ്വകാര്യ പ്രതിരോധവുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്, നമുക്കൊന്ന് വായിക്കുമ്പോൾ ഉത്തരം കിട്ടും. ഒരു ഫസ്റ്റ് വായനയിൽ തന്നെ നമുക്കത് ഉത്തരം കിട്ടും. എന്താണ് ഉത്തരം വരിക? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ഒരു ആക്രമണം തടയാൻ ആവശ്യമായ ശക്തി മാത്രമേ അവിടെ ഉപയോഗിക്കാനായി പാടുള്ളൂ അല്ലെ. ഇപ്പൊ അയാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുള്ളത്, നമ്മളെ കൊല്ലാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ഒരു ആക്രമണം തടയാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു ശക്തി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായി പാടുള്ളൂ. സോ അത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ഇതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 40-നകത്താണ്. 40-ൽ പറയുന്നത് എന്താണ്? സ്വകാര്യ പ്രതിരോധത്തിലുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ഒരു ആക്രമണം തടയാൻ ആവശ്യമായ പ്രതിരോധം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് സെക്ഷൻ 40-ലാണ്. ആവശ്യത്തിൽ കവിഞ്ഞ പ്രതിരോധം നിയമവിരുദ്ധമാണ്. മാത്രമല്ല
ആ ഒരു രീതിയിലുള്ള ഒരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെൽഫ് ഡിഫൻസിന്റെ അകത്ത് ഉൾപ്പെടുത്താനൊന്നും പറ്റത്തില്ല. സോ ഈ പറയുന്ന സെക്ഷൻ എന്താണ്, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ ശക്തി മാത്രമേ ഉപയോഗിക്കാനായി പാടുള്ളൂ എന്ന് പറയുന്നത് സെക്ഷൻ 40-നകത്താണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്തൊന്ന് ഓർമ്മിച്ച് വച്ചേക്കുക. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം 42 പ്രകാരം ബാധകമാകാത്തത് എന്നാണ് ചോദ്യം. എന്താണ്, താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം വകുപ്പ് 42 പ്രകാരം ബാധകമാകാത്തത്? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പഠിക്കാം. ഡയറക്റ്റ് ചോദ്യവും പ്രതീക്ഷിക്കുക, ഇൻഡയറക്റ്റ് ചോദ്യവും പ്രതീക്ഷിക്കുക. അപ്പൊ നോക്കിയേ ഉത്തരം, ഓപ്ഷൻസ് നോക്കിയേ. ബലാത്സംഗ ശ്രമത്തിനെതിരെയാണോ, അതോ മരണത്തിനിടയാക്കാവുന്ന അക്രമങ്ങൾക്കെതിരെയാണോ, അതോ വാഹനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണോ, അതോ തട്ടിക്കൊണ്ടുപോകലിനെതിരെയാണോ? ഇതിൽ ഏതായാലും നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം വകുപ്പ് 42 പ്രകാരം ബാധകമാകാത്തത്? നമുക്കറിയാം, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ബലാത്സംഗത്തിനെതിരെ സ്വകാര്യ പ്രതിരോധം ഉണ്ടോ? ഉണ്ട്, ഓക്കെ ആണ്. മരണത്തിനിടയാക്കാവുന്ന അക്രമങ്ങൾക്കെതിരെ സ്വകാര്യ പ്രതിരോധം എക്സ്റ്റെൻഡ് വരെ പോകാൻ പറ്റുമോ? പറ്റും. തട്ടിക്കൊണ്ടുപോകലിനെതിരെ ഈ പറയുന്ന സ്വകാര്യ പ്രതിരോധത്തിന്റെ മാക്സിമം സ്ട്രെങ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ വാഹനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പറ്റുമോ? ആ കാര്യം പറ്റത്തില്ല. അപ്പൊ അതിനകത്താണ് ഇത് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒന്നും ഓർമ്മയില്ല, അഥവാ നമുക്ക് ഓർമ്മയില്ല, നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ലിങ്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പൊ ആ ഒരു രീതിയിലുള്ള പഠനം നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ വാഹനം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്, 42 പ്രകാരം ഒരു വ്യക്തിക്ക് താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ശരീരത്തിനെതിരെയുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട്. മരണത്തിനിടയാക്കാവുന്ന ആക്രമങ്ങൾക്കോ ഗുരുതരമായ പരിക്കേൽപ്പിക്കാവുന്ന ആക്രമങ്ങൾക്കെതിരായിട്ടോ, ബലാത്സംഗം അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കൈകടത്തൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ അപഹരണം, അശ്ലീല പെരുമാറ്റം, ആക്രമണം, വാഹനം മോഷ്ടിക്കൽ ശ്രമിക്കുന്ന സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇവയൊക്കെ എന്തിനകത്താണ് വരുന്നത്? സെക്ഷൻ 43-നകത്താണ് വരുന്നത്. പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള മരണത്തിന്റെ എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് വരത്തില്ല അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചിന്തിച്ച് വെച്ചേക്കുക. നമുക്ക് ഈ പഠിച്ച സെക്ഷൻസിനകത്ത് നമ്മൾ വച്ച എക്സാമ്പിൾസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരങ്ങൾ നല്ല രീതിയിൽ കണ്ടെത്താനായി പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 29ാമത്തെ ചോദ്യം. സെക്ഷൻ 38 അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ ആക്രമകാരിയുടെ മരണം വരുത്തുന്നതിനുള്ള അവകാശം ഇല്ലാത്തതെന്നാണ് ചോദ്യം. എന്താണ്, 38 അനുസരിച്ച് താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ ആക്രമകാരിയുടെ മരണം വരുത്തുന്നതിനുള്ള അവകാശം ഇല്ലാത്തതെന്നാണ് ചോദ്യം. കവർച്ചയാണോ, തീവയ്പാണോ, രാത്രി സമയത്ത് വീട് കയറി മോഷണമാണോ, പകൽ സമയത്ത് വീട് കയറി മോഷണമാണോ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചതാണ്. പക്ഷെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കോമൺ സെൻസ് കുറച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഇതിന്റെ ഉത്തരം കിട്ടുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. 29 നമുക്കറിയാം, ഒരു കവർച്ച നടന്നാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മരണം വരെ പോയേക്കാവുന്ന സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. തീവയ്പ് നടന്നാലും മരണം വരെ പോയേക്കാവുന്ന സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. രാത്രി സമയത്ത് വീട് കയറി മോഷ്ടിച്ചാലും മരണം വരെ പോയേക്കാവുന്ന സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാം. പക്ഷെ പകൽ സമയത്ത് വീട് കയറി അല്ലെങ്കിൽ വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ അത് ഈ പറയുന്ന രീതിയിലുള്ള മരണം വരെ പോയേക്കാവുന്ന സെൽഫ് ഡിഫൻസിലോട്ട് പോകാതിരിക്കാനായി ശ്രമിക്കുക അല്ലെ. അപ്പൊ അതാണ് സെക്ഷൻ 38-നകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഒരു അക്രമകാരിയുടെ അല്ലെങ്കിൽ എന്താണ്, ഒരു കുറ്റകൃത്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ അക്രമകാരിയുടെ മരണം വരുത്തുന്നതിനുള്ള അവകാശം താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ബാധകമാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു കവർച്ചയോ, ഒരു വീട് കയറി മോഷണമോ, രാത്രി സമയത്തോ, തീവയ്പോ, കെട്ടിടങ്ങൾ തകർക്കലോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ തകർക്കലോ ഒക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ മരണം വരെ പോയേക്കാവുന്ന രീതിയിലുള്ള നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസിന് അധികാരമുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, ഈ പറയുന്ന പകൽ സമയത്ത് വീട് കയറി മോഷണം നടത്തുന്നവർക്കെതിരെ മരണം വരെ പോയേക്കാവുന്ന സെൽഫ് ഡിഫൻസ് വരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, കുറെയൊക്കെ നമ്മുടെ കോമൺ സെൻസ് ആണ്, കുറെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, സെക്ഷൻ 39 അനുസരിച്ച് തെറ്റായിട്ടുള്ളത് ഏതാ? ഓക്കെ, ഇത് ഇപ്പൊ ഈ ഒരു ക്വിസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 44 വരെയാണ് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പൊ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് സെക്ഷൻ 39 അനുസരിച്ച് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം. പൊതു അധികാരികളുടെ സഹായം ലഭിക്കുന്നത് വരെ മാത്രമേ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാണോ? തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്താനുള്ളത്. രണ്ടാമത്തത്, പൊതു അധികാരികളുടെ സഹായം ലഭ്യമായാൽ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം തുടർന്നും ഉപയോഗിക്കാവുന്നതാണ്. ശരിയാണോ? പോലീസ് എത്തുന്നത് വരെ മാത്രമേ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കാവൂ. ശരിയാണോ?
പൊതു അധികാരികളുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം അവസാനിക്കുന്നു. ശരിയാണോ? ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 1 തെറ്റാണ്. ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചേ. കിട്ടിയോ? ഇതില് പൊതു അധികാരികളുടെ സഹായം ലഭിക്കുന്നത് വരെ മാത്രമേ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാണോ? ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി നോക്കിയേ. പൊതു അധികാരികളുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം അവസാനിക്കുന്നു. ശരിയാണോ? ശരിയാണ്. പോലീസ് എത്തുന്നവരെ മാത്രമേ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാണോ? അതും ശരിയാണ്. പക്ഷേ പൊതു അധികാരികളുടെ സഹായം ലഭ്യമായാലും സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം തുടർന്നും ഉപയോഗിക്കാവുന്നത് തെറ്റാണ് കേട്ടോ. എന്നുവെച്ചാൽ എന്താണ്? പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസ് നോക്കും. പോലീസ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്രമിക്കാനുള്ള അധികാരം ഇല്ല. ഓക്കെ, പോലീസ് വരുന്നത് വരെ നമുക്ക് സെൽഫ് ഡിഫൻസിനുള്ള അധികാരമുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 39 ആണ്. 39 എന്താണ് പറയുന്നത്? ഒരു പൊതു അധികാരികളുടെ സഹായം ലഭിക്കുന്നത് വരെ മാത്രമേ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് സെക്ഷൻ 39. ആ ഒരു കാര്യത്തിലും ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. 31ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഏതിലാണ് സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം ഉപയോഗിച്ചത് നിയമപരമായി സംരക്ഷിക്കപ്പെടാത്തത് എന്നാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. താഴെ പറയുന്ന സാഹചര്യത്തിൽ ഏതിലാണ് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചത് നിയമപരമായി സംരക്ഷിക്കപ്പെടാത്തത് എന്നാണ് ചോദ്യം. 1ാമത്തെ ഓപ്ഷൻ, കവർച്ചക്കാർ ആയുധവുമായി വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോൾ വീടുടമ അവരെ സഹായിക്കാൻ വേണ്ടി തോക്ക് ഉപയോഗിച്ചു. നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നതാണോ? 2ാമത്തേതാണെങ്കിലോ, രാത്രി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൾ കൈവശമുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ആക്രമിയെ തടയുന്നു. നിയമപരമായി സംരക്ഷിക്കപ്പെടാമോ? അടുത്ത ചോദ്യം, തെരുവിൽ വെച്ച് ഒരാൾ വാദത്തിനിടെ മറ്റൊരാളെ അടിച്ചതിന് ശേഷം അടികിട്ടിയ അയാളെ തിരിഞ്ഞു കുത്തി പരിക്കേൽപ്പിക്കുന്നു. നിയമപരമായി സംരക്ഷിക്കപ്പെടുമോ? അടുത്തതാണെങ്കിലോ, മോഷണം നടത്താൻ വന്നയാളെ കടയുടമ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് പ്രതിരോധിച്ചു. സെൽഫ് ഡിഫൻസിനകത്ത് വരുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ഏതാണ് ഉൾപ്പെടുത്താനായിട്ട് കഴിയാത്തത്? സിമ്പിൾ ആണ്, വായിക്കുമ്പോൾ ഉത്തരം കിട്ടും. ഏതാണ്? നമുക്കറിയാം. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയതിനെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ സി എസ് കറക്റ്റ് ആൻസർ അല്ലേ? എന്താണ്? തെരുവിൽ ഈ പറയുന്ന സംസാരത്തിനിടയൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾക്കൊന്നും നമുക്ക് കയറി ഇങ്ങനെ അതിക്രമിക്കാനുള്ള അവകാശമൊന്നും വരത്തില്ല. അതൊന്നും സെൽഫ് ഡിഫൻസിനകത്ത് ഉപയോഗിക്കാനും കഴിയത്തില്ല അല്ലെ? അപ്പോ ഇതൊക്കെ പറയുന്ന ഏതിനകത്താണ്? സെക്ഷൻ 40 പറയുന്നത്. സെക്ഷൻ 40 എന്താണ് പറയുന്നത്? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിക്കുമ്പോൾ ആക്രമണം തടയാൻ ആവശ്യമായ പ്രതിരോധം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് സെക്ഷൻ 40 അല്ലെ? അവിടെ പറയുന്ന അത് എന്താണ്? അനാവശ്യ തർക്കങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്ന എന്നും സെൽഫ് ഡിഫൻസിനകത്ത് ഉൾപ്പെടുത്താനായി കഴിയില്ല. കവർച്ചക്കാർ ആയുധം അവന്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീട്ടിലുടമ അയാളെ എതിർക്കാൻ ശ്രമിക്കുന്നതൊക്കെ സെൽഫ് ഡിഫൻസ് ആണ്. സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്ന എന്താണ്? സെൽഫ് ഡിഫൻസ് ആണ്. മോഷണം നടത്താൻ വന്നയാളെ കടയുടമ അറ്റാക്ക് ചെയ്യുമ്പോൾ അതെന്താണ്? സെൽഫ് ഡിഫൻസ് ആണ്. പക്ഷെ മറ്റൊന്നല്ല, സെൽഫ് ഡിഫൻസ് അല്ല. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം വകുപ്പ് 44 അനുസരിച്ച് ഏത് സാഹചര്യത്തിലാണ്? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 32ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ മാർക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ക്വിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള ക്വിസ് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ മാർക്ക് കൃത്യമായി കമന്റായിട്ട് രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ക്വിസുകൾ ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്തു തരത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. വകുപ്പ് 44 അനുസരിച്ച് ഏത് സാഹചര്യത്തിലാണ് സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ അക്രമകാരിയുടെ മരണം വരുത്തുന്നതിന് അവകാശമില്ലാത്തത്? ഓക്കെ, തീവയ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ, പകൽ സമയത്ത് ആയുധമില്ലാതെ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ, രാത്രിയിൽ ഭവനഭേദനം നടത്തുന്നവർക്കെതിരെ, ഭവനത്തിൽ അനധികൃതമായി പ്രവേശിച്ച് ഗുരുതരമായ അതിക്രമം അല്ലെങ്കിൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ. ഇതിൽ ഏതിലാണ് നമുക്ക് കുറ്റകൃത്യത്തിൽ നിന്ന് പ്രതിരോധിക്കുമ്പോൾ അക്രമകാരിയുടെ മരണം വരുത്തുന്നതിനുള്ള അവകാശം ഇല്ലാത്തത്? ഉത്തരം കിട്ടിയെന്നാണ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഉത്തരത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ബാച്ച് CPO-യുടെ, WCPO-യുടെയും IRB-യുടെയും ബാച്ച് അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ക്വിസിന് നിങ്ങൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ക്വിസിന്റെ മാർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ക്ലാസ് നല്ല രീതിയിൽ അത് സ്വാധീനിക്കും. ഏത് രീതിയിലാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇതിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. എന്താണ്? പകൽ സമയത്ത് ആയുധമില്ലാതെ വീട്ടിൽ കയറി അതിക്രമിക്കുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല? അടിച്ചു കൊല്ലാനൊന്നും പാടില്ല. അവർക്കെതിരെ എന്താണ്? മരണം വരെ വരുത്തിയേക്കാവുന്ന രീതിയിലുള്ള സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാനുള്ള അധികാരം നമുക്കില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന 32 ചോദ്യങ്ങളുടെയും ചോദ്യവും വിത്ത് അതിന്റെ PDF-ഉം നമ്മുടെ ബാച്ച് ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ച് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം.
അപ്പൊ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫീ എന്ന് പറയുന്ന 600 രൂപ മാത്രമേ ഫീ ആയിട്ടുള്ളൂ. അപ്പൊ 600 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ട നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ് 9961112972. ആ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.